എന്തിനാ വിശ്വനാഥ ഈ കപ്പലിന്റെ ഫോട്ടോ എടുത്ത സമയം കളയുന്നേ? ഇവിടെ ആ ക്യാപ്റ്റന്റെ ഒരു ഫോട്ടോ എടുക്കും. ഹലോ, ഞാൻ അങ്ങോട്ട് വരാം. ക്യാപ്റ്റൻ പറഞ്ഞതായിട്ട് നല്ലൊരു വിശദീകരണം കൂടെ കൊടുത്തു. ബാക്കിയൊക്കെ തന്റെ യുക്തം പോലെ കുറെ ബെഡായും കൂടെ ചേർത്തോടോ. പക്ഷെ ന്യൂസ് നല്ല സ്റ്റൈലായിരിക്കണം കേട്ടോ. കക്ഷി ഇപ്പൊ കാണിച്ചു തരാം. ആ ക്യാപ്റ്റൻ, നമുക്ക് ബഷീർ ഒന്ന് കാണണം. വരൂ. കമോൺ ബഷീർ, ഇവരൊക്കെ തന്നെ കാണാൻ വന്നിരിക്കുക. പിന്നെ ഇവർക്ക് നിന്റെ ഒരു പടം വേണമെന്ന്. എന്താ തന്റെ പേര്? എവിടെയാ നാട്? ഞങ്ങൾ തന്നെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? മോൻ കവർ ചെയ്താ എങ്ങനെ എടുക്കുന്നേ? കൈയെടുക്ക്, ഒരു കുഴപ്പമില്ലെന്നേ. ഒന്ന് പറഞ്ഞേ. ആ, ഒരു കുഴപ്പമില്ല. ടൈംസിൽ മാത്രമല്ല മറ്റു പത്രങ്ങളിലും ഈ ന്യൂസും ഫോട്ടോഗ്രാഫും കവർ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവന് ഭാഗ്യമുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ അവനെ അന്വേഷിച്ച് ആരെങ്കിലും എത്തും. ഞാൻ വരട്ടെ. താങ്ക് യു വെരി മച്ച് സാർ. വെൽക്കം. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഹലോ, ഡോക്ടറുമായി 9 മണിക്ക് അവർ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നു. പറയാം സാർ. ആ, വില്യംസിനോട് ഇരിക്കാൻ പറഞ്ഞില്ലേ? ഉവ്വ് സാർ. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇരുന്ന സാർ എങ്ങോട്ട് പോയി? നിങ്ങൾ അകത്തേക്ക് പോയപ്പോ ഈ പത്രം എടുത്ത് നോക്കിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഹലോ സാർ, ഞാൻ വില്യംസ് ആണ്, എറണാകുളത്തുനിന്നാ. പറയരുത്. ഉവ്വ് സാർ, ഞാൻ രാവിലെ പേപ്പറിൽ വായിച്ചു. ഉവ്വ്, ഇന്നലെ എന്റെ ജൂനിയർ സണ്ണി ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. അല്ല, അതെന്റെ പരിചയപ്പെടുന്ന കാര്യങ്ങളല്ല സാർ. ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. ആ, പത്രത്തിൽ വന്ന എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടെ സാർ. ഞാൻ ചോദിക്കാം സാർ. ഓ, ശല്യമായല്ലോ. സണ്ണി, ഇത് വലിയ പുലിവാലായല്ലോ. എന്താണോ ഇത്? മേയർ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എത്ര പേരാണോ നേരം വെളുത്തപ്പന്നെ ഈ അനാഥരെ കുറിച്ച് അന്വേഷിക്കുന്നത്? 10-30 കൊല്ലം സർക്കാരിനെയും ജനങ്ങളെയും സേവിച്ച് റിട്ടയർ ചെയ്തൊരുത്തന്റെ പടം പത്രത്തിൽ വന്നാൽ പരിചയക്കാർക്ക് പോലും ഓർമ്മയില്ല. ഈ ആരോരും ഇല്ലാത്തവരോട് ആർക്കൊക്കെയാണോ താല്പര്യം? സിറ്റി കമ്മീഷണർ, ഫോർട്രസ് ചെയർമാന്, മേയർ, ഭരണകക്ഷിക്കാരെ, പ്രതിപക്ഷക്കാരെ. പത്രക്കാർക്ക് ഈ ന്യൂസ് എവിടുന്ന് കിട്ടിയിടോ? എനിക്കറിഞ്ഞൂടെ സാർ. അറിഞ്ഞൂടെ? വിദേശ കപ്പലിലെ കപ്പിത്താന് ഇവിടുത്തെ പത്രക്കാരുമായിട്ട് എന്താണോ ബന്ധം? അയാൾ മലയാളിയാണ് സാർ, തിരുവല്ലക്കാരനാണ്. അയാൾക്ക് ഇവിടെ സുഹൃത്തുക്കൾ ഉണ്ടാകാം.
ഹലോ സാർ. ഉവ്വ സാർ, വായിച്ചു. ഇല്ല സാർ, അത് പത്രക്കാർ ഇവിടെ നിന്ന് നിറഞ്ഞെടുത്തതാവും. ഞാൻ അയാളെ കപ്പലിൽ പോയി നേരിട്ട് കണ്ടതാ. മേയർ എന്നെയും വിളിച്ചിരുന്നു. ഇല്ല സാർ, ആസ് പെർ ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ട്. എന്ത് ആക്ട് ആയാലും ശരി 4 മണിക്ക് മുമ്പ് എനിക്ക് ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടണം. സാർ, ഞാൻ 4 മണിക്ക് റിപ്പോർട്ടുമായിട്ട് വരാം സാർ. ഐ വിൽ കം വിത്ത് റിപ്പോർട്ട് സാർ. ഓ, ആ അനാഥനെ കുറിച്ചൊരു ഡീറ്റെയിൽ റിപ്പോർട്ട് 4 മണിക്ക് മുമ്പ് കളക്ടർക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് താൻ പോയി തയ്യാറാക്കും. സാറ് കപ്പലിൽ ചെന്ന് ബഷീറിനെ നേരിട്ട് കണ്ടെന്നല്ലേ പറഞ്ഞത്? താൻ പോയി റിപ്പോർട്ട് തയ്യാറാക്കണം. കൂടെയുള്ളവനെ പാര വയ്ക്കുന്ന വർഗം. आराम से पकड़ो भाई, उस तरफ। हाँ हाँ हाँ, उस तरफ रखो। उधर उधर भी राउंड करके रखो ना, जल्दी जल्दी। छोड़ मुझे, कहता हूं मैं, छोड़ छोड़ मुझे। कहाँ जाएगा बच के साला तू? साहब, बशीर को मारने के लिए 3 लोग बाहर आए, मुझे देखकर भाग गए। आओ। तुम इस तरफ जाओ।
साहब वे 3 आदमी थे नौकर का ड्रेस पहनकर अंदर आए थे നിങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നിട്ടും അവരിൽ ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇല്ല, അവർ വെള്ളത്തിൽ ചാടി നീന്തി രക്ഷപ്പെട്ട് കളഞ്ഞു. ഡോക്കിലെ ലേബേഴ്സിനോട് ചോദിച്ചില്ലേ അവരറിയുമെന്ന്? അറിയില്ലെന്നാ പറഞ്ഞത്. അവരെങ്ങനെ വാർഫിനകത്ത് കടന്നുകൂടി? ഏതായാലും ഒരു കാര്യം വ്യക്തമായി. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ബഷീറിനെ അറിയാവുന്നവരിവിടെ ഉണ്ട്. പക്ഷേ ശത്രുക്കൾ ആദ്യം അറിഞ്ഞുവെന്ന് മാത്രം. ആ ഫോണൊന്നെടുക്കേ. ഹലോ, അതെ ചേട്ടാ, ടൈംസിന്നാ. ഹലോ, ആ അതെ, എന്തായി സർ? ആരെങ്കിലും അന്വേഷിച്ചു വന്നോ? ഇല്ലേ? കളക്ടറോ? എന്നിട്ട് സാറെന്ന് പറഞ്ഞു? ഞാനാണെന്ന് മനസ്സിലായോ? അത്ര അടുത്ത പരിചയമൊന്നുമില്ല, എന്നാലും അറിയാം. ശരി, ഞാൻ വിളിക്കാം. ഓ, ഇപ്പൊ തന്നെ വിളിക്കാം. ഓക്കെ. സാർ, ഞാൻ ഭാസ്കര പിള്ള, അഡ്വക്കേറ്റ്. സാറെന്നെ ഓർക്കുന്നുണ്ടാവും. ഓർക്കുന്നുണ്ട്, നന്നായി ഓർക്കുന്നുണ്ട്. ആ ടൈംസിന്റെ എഡിറ്റർ അല്ലേ? അന്വേഷിച്ചു. ആ ബഷീറിന്റെ കാര്യം പേപ്പർ വായിച്ചില്ലേ? ആ അതന്നെ. അതില് ചില പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ. സാറിനൊന്ന് കാണണമല്ലോ. ആ 3:30 മണി വരെ എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്. നിങ്ങളൊരു 4 മണിക്ക് ഇവിടെ കളക്ടറേറ്റ് വന്നാൽ മതി, നമുക്ക് കാണാം. ആ ശരി സാർ, എത്തിക്കോളാം. ഇതുവരെ ആരും അന്വേഷിച്ച് ചെന്നിട്ടില്ലെന്നാ എഡിറ്റർ പറഞ്ഞത്. ഏതായാലും കളക്ടർ 4 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ സംഭവം കൂടെ വെച്ച് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. ശരിയാവും ക്യാപ്റ്റൻ, എനിക്കെന്തോ ആത്മവിശ്വാസം തോന്നുന്നു. ആരായിരിക്കും ബഷീറിന്റെ ശത്രുക്കൾ? എന്തിനാണ് തിരിഞ്ഞു നിർത്തി നടക്കുന്നത്? എങ്ങനെ നിന്നെയൊക്കെ പറഞ്ഞ എന്ന് വേണം പറയാൻ? ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. വളച്ചൊടിക്കാതെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സംഭവം ജനശ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഒരു തലവേദനയുടെ തുടക്കമാണ്. നമ്മൾ ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നിയമത്തിന്റെ പഴുതെടുത്ത് കാട്ടി ചോദ്യം ചെയ്യാനുള്ള ആളുണ്ടാവും. അല്ല, ആളുകൾ ഉണ്ടായി കഴിഞ്ഞു. ഒന്നുകിൽ അയാളുടെ സ്വന്തക്കാരാരെങ്കിലും അയാളെ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഓർഡർ വേണം. ആർ യു ഷുവർ? ഷുവർ. ഇമിഗ്രേഷന്റെ നിയമവശത്തെ കുറിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ചീഫ് സെക്രട്ടറി എന്നെ വിളിക്കുമ്പോ ഞാനിത് തന്നെ പറഞ്ഞോട്ടെ. എമിഗ്രേഷൻ ആക്ടിൽ വേറെ വഴിയില്ല. സാർ ധൈര്യമായിട്ട് പറയണം. ശരി, എങ്കിൽ ഞാൻ പോട്ടെ. ആ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ആ വാ, ഇരിക്ക്. തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. പൗരാവകാശ സംരക്ഷണത്തിൽ ഈ വക കേസും പെടും. ഇരിക്കുന്നു. ഇതുകൊണ്ട് സാറിന് എന്താ ഒരു ശല്യം? പത്രം കണ്ട് അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ഒരു സാധു രക്ഷപ്പെടുകയില്ല. വന്നില്ലെങ്കിൽ ഞങ്ങൾ പെടും. 5-6 മാസമേ ആയുള്ളൂ ഇഷ്ട ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ട്. വെറുതെ പൊല്ലാപ്പൊന്നും ഉണ്ടാകല്ലേ. എന്നെ കൊണ്ട് സാറിന് ഒരു പൊല്ലാപ്പം ഉണ്ടാവില്ല. തന്നെ കൊണ്ട് നേരിട്ടൊന്നും ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ താൻ വഴിമരുന്നിട്ടല്ലോ. ബാക്കിയുള്ളത് ആവശ്യക്കാർ ചെയ്തോളൂ. അല്ല, ഞാൻ എന്റെ സൈഡ് സേഫ് ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് എ കംപ്ലീറ്റ് റിപ്പോർട്ട് ഫ്രം ദി എമിഗ്രേഷൻ ഓഫീസർ. എമിഗ്രേഷൻ ഓഫീസർ എന്താ പറഞ്ഞത്? ഒന്നുകിൽ സ്വന്തക്കാർ അയാളെ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഓർഡർ വേണം. എന്താ പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞത്? ബഷീറിനെ മിത്രങ്ങളാരും അന്വേഷിച്ച് വന്നില്ലെങ്കിലും ശത്രുക്കൾ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ കപ്പലിൽ ബഷീറിനെ കൊല്ലാനൊരു ശ്രമം നടന്നു. തൊഴിലാളികളുടെ വേഷത്തിലാണ് അക്രമികളെത്തിയത്. ഭാഗ്യത്തിന് ക്യാപ്റ്റന് മറ്റുള്ളവർ ഇടപെട്ടതുകൊണ്ട് ബഷീർ രക്ഷപ്പെട്ടു. അക്രമികൾക്ക് എന്ത് സംഭവിച്ചു? അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല.
സാറിന്റെ ചുമതലകളെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണെന്ന് കരുതരുത്. എമിഗ്രേഷൻ ആക്ട് പ്രകാരം സാറ് പറഞ്ഞത് വാസ്തവമാണ്. കോടതി വഴിക്കായാലും എക്സ്റ്റേണൽ മിനിസ്റ്റർ വഴിക്കായാലും സമയമെടുക്കും. നാളെ കഴിഞ്ഞാൽ കപ്പൽ തുറമുഖം വിട്ടുപോകും. സാറ് വിചാരിച്ച ബഷീറിനെ രക്ഷിക്കാൻ കഴിയും. ഓഫ് കോഴ്സ് അതിൽ അല്പം റിസ്ക് ഉണ്ട്. കപ്പൽ യാത്രയാകുന്നതിന് മുമ്പ് ഒരു ഇന്ററിം ഓർഡർ വഴി സാറിന് അയാളെ പോർട്ടിൽ ഇറക്കാം. ഉവ് കലക്ടർക്ക് അതിനുള്ള അധികാരമുണ്ട്. അതോടൊപ്പം പഴുതുകൾ അടച്ച് ഒരു റിപ്പോർട്ട് ഡൽഹിക്ക് പോട്ടെ. ലെറ്റ് ദി എക്സ്റ്റേണൽ മിനിസ്ട്രി ടേക്ക് ദെയർ ഓൺ ടൈം ടു കം ടു ഡിസിഷൻ. അത്രയും നാൾ ബഷീറിനെ പോലീസ് കസ്റ്റഡിയിൽ വിടുക. ഒപ്പം ഒരു വിദഗ്ധ ചികിത്സയ്ക്കുള്ള ഏർപ്പാടും ചെയ്യുക. ബഷീറിന്റെ മാനസികാരോഗ്യം തിരിച്ചു കിട്ടിയാൽ അയാളുടെ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതിനൊക്കെ ഒരു ധൈര്യം വേണം. അതാണ് അതിന്റെ ഒരു റിസ്ക്. വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് ജനറലുമായി കൺസൾട്ട് ചെയ്യണം. ഒരാളിനെ രക്ഷപ്പെടുത്താനുള്ള ബന്ധപ്പാട് കൊണ്ട് മാത്രമല്ല സാർ ഞാനിതൊക്കെ പറയുന്നത്. ബഷീറിനെ ഒരു പ്രാവശ്യം കണ്ടാൽ സാറിനത് മനസ്സിലാവും. ആ തന്നെ ഞാൻ രാത്രി വിളിക്കാം. ശരി സർ. 354238 അതാണ് എന്റെ ഫോൺ നമ്പർ. അറിയാമടോ, നാട്ടിലുള്ള പ്രമാണിമാരുടെ നമ്പറൊക്കെ എന്റെ ഡയറിയിൽ. താങ്ക് യു സർ.